ഗംഗ ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു ഏറ്റവും വലിയൊരു വഴിത്തിരിവ്? അത് ആരായിരുന്നു റെക്കമെൻഡ് ചെയ്തത്? അപ്പോൾ എൻ്റെ വല്യച്ഛൻ്റെ മോൻ ആണ് രവിയേട്ടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആള് ആക്ച്വലി ഇതുപോലെ കുറേ ഇൻസിഡൻസ് ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ളത് കൊണ്ട് ആള് പറഞ്ഞു നമുക്കും അറിയില്ല ഇത് ഇങ്ങനെ ഒരു കേസ് ആവും, ഒരു ആംബ്യൂട്ടേഷൻ വേണമെന്നൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല, 2 കാലിനും ഫ്രാക്ചർ ഉണ്ട്, ഓക്കെ അപ്പം അതിനെന്തെങ്കിലും ചെയ്യാം, അത്രേ ഇവർ ചിന്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു കാല് മുറിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഒരാളും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയായിട്ട് പോയതാണ്. അപ്പോൾ എന്നാലും നമുക്ക് നിയറസ്റ്റ് ആയിട്ട് എലൈറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് തൃശ്ശൂർ തന്നെ. പക്ഷെ അത് ഇവർ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അവിടേക്ക് എത്തിച്ചിരുന്നെങ്കിൽ ഇത്രയും വരില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു എബവ് നീ പോവില്ലായിരുന്നു, ബിലോ നീ കിട്ടുമായിരുന്നു ഉറപ്പായിട്ടും. അപ്പം എന്താ ചെയ്യാ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വന്നത്. ഇത്രയെങ്കിലായിട്ട് നമ്മളെ കിട്ടിയല്ലോ. നമ്മൾ അന്ന് അതന്നെ ആലോചിച്ചുള്ളത്. കാരണം ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞു വെച്ചെങ്കിൽ എന്നെ ജീവനോടെ കിട്ടില്ലായിരുന്നു. അപ്പൊ അത് ആലോചിക്കുമ്പോ ഇതല്ലേ ബെറ്റർ. അതെ.